ഇപ്പം ഞാൻ റിവ്യൂ തരാൻ കാരണം എന്ന് വെച്ചാൽ ഒരാളെങ്കിലും ഇത് കണ്ടിട്ട് ഞാൻ പറയുന്നത് കേട്ടിട്ട് സിനിമ കണ്ടു കഴിഞ്ഞാൽ അത്ര നല്ലതാണ്. ഹേറ്റേഴ്സ് ഇല്ലാത്തവരാണ് അഭിനയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഒരു നെഗറ്റീവ് അങ്ങനെ പറയാൻ തോന്നുന്നില്ലെങ്കിലും ലൈക്ക് ഈ പറഞ്ഞ ചെറിയൊരു ലാഗ് മാറ്റി നിർത്തുവാണെങ്കിൽ ബെറ്റർ, നല്ല മൂവിയാണ്. വെൽക്കം ബാക്ക്. ഒരുപാട് നാൾക്ക് ശേഷം മലയാളത്തിൽ നിന്നും ഒരു ഫീൽ ഗുഡ് മൂവി റിലീസ് എത്തിയിരിക്കുകയാണ്. ഫ്രം ദ ഡയറക്ടർ ഓഫ് ഗപ്പി ആൻഡ് അമ്പിളി. ഇന്ദ്രൻസ് മെയിൻ റോളിൽ എത്തുന്ന ആശാൻ, ഡയറക്ടർ ബൈ ജോൺ പോൾ ജോർജ്. അപ്പോൾ കൂടെ നമ്മുടെ ജോമോൻ ജോർജും കൂടി ഒരു മെയിൻ റോളിൽ എത്തുന്നുണ്ട്. അപ്പോൾ എന്തായാലും ആശാൻ കണ്ടിറങ്ങി ഓടിച്ചോടെ എങ്ങനെയുണ്ടായിരുന്നു റിവ്യൂ ചോദിച്ചു നോക്കാം. നേരെ ആശാൻ റിവ്യൂല്. ഞാൻ കണ്ടിട്ട് ആശാൻ എനിക്ക് നല്ലൊരു ഇതായിരുന്നു, ഒരു അറ്റംപ്റ്റ് ആണ്. പക്ഷെ എനിക്ക് ലാഗ് എന്ന് പറയാൻ പറ്റില്ല, പേസ് കുറച്ച് ഇതായിരുന്നു. നമ്മുടെ സ്ഥിരം ഡയറക്ടറിന്റെ ഒരു ജോണർ ഫീൽ ഗുഡ് ഒരു ഇമോഷൻ ആണോ പിടിച്ചേക്കുന്നത്? അത് തന്നെ പിടിച്ചേക്കുന്നത്. പക്ഷെ എനിക്ക് ചില സ്ഥലത്ത് വർക്കായില്ല. സെക്കൻഡ് ഹാഫിനൊക്കെ ശേഷം കുറച്ച് വർക്കാവാൻ ഇത്തിരി ബുദ്ധിമുട്ടായി. പക്ഷെ ലാസ്റ്റ് അടിപൊളിയായിരുന്നു. അതാണ് ആ സിനിമ വർക്കൗട്ട് ആക്കാനായിട്ട് എടുത്ത ആ ഒരു സെക്കൻഡ് ഹാഫിന്റെ ആ ഒരു പാട്ട് എനിക്ക് കുറച്ച് ലാഗായിട്ട് തോന്നി. പക്ഷെ ലാഗ് ആണെങ്കിൽ അത് ഓക്കെയാണ്. ഒരു ഇമോഷണൽ ഹുക്ക് ഉണ്ട്. ഓക്കെ, ഒരു ഫീൽ ഗുഡ് ആയിട്ട് തന്നെയാണ് എൻഡിങ്ങും കാര്യങ്ങളൊക്കെ. ഫീൽ ഗുഡ് തന്നെ. ഓക്കെ, ലൈക്ക് കുറച്ച് സ്ലോ ഉണ്ട് സെക്കൻഡ് ഹാഫ്, പക്ഷെ ഓവറോൾ കണ്ടിരിക്കാൻ രസമാണ്. പ്രതീക്ഷ ഒരു ഫീൽ ഗുഡ്. ജോൺ പോളിന്റെ പടമാണല്ലോ ഗപ്പി അമ്പിളി. ലൈക്ക് അത്ര ഉണ്ടോ എന്ന് ചോദിച്ചാൽ കുറച്ച് സ്ലോ ആയിരുന്നു, പക്ഷെ പടം ഓവറോൾ ഒരു ഫീൽ ഗുഡ് രസമാണ് കണ്ടിരിക്കുന്നത്. ഒരു എങ്ങനെയുണ്ട് ആർട്ട് ഫിലിം മൂഡ് മേക്കിംഗ് കാര്യങ്ങളൊക്കെയാണ്. ലൈക്ക് സെക്കൻഡ് ഹാഫിൽ ആ ഒരു സിനിമയ്ക്കുള്ളൊരു സിനിമയാണല്ലോ, അപ്പോൾ ആ സെക്കൻഡ് ഹാഫിൽ ആ ഒരു പടം വരുന്ന സമയത്ത് കുറച്ച് അങ്ങനെ ആയിപ്പോയി. പക്ഷേ ഓവറോൾ രസമാണ്. പിന്നെ കുറച്ച് ലെങ്തിയാണ്, എനിക്ക് 2 മണിക്കൂർ 40 മിനിറ്റ് ഒന്നും ലെങ്ത് ഉണ്ട്. അതൊരു നെഗറ്റീവാണ്. പക്ഷേ ഓവറോൾ ഒരു ബോറടിയൊന്നുമില്ല. ഒരു ചെറിയൊരു ലാഗ് വരുന്നുണ്ട് സെക്കൻഡ് ഹാഫിൽ. നമ്മുടെ മുന്നത്തെ സിനിമകൾ പോലെ ത്രൂ ഔട്ട് ഒരു ഇമോഷണൽ ഹുക്ക് അങ്ങനെയൊക്കെ ഉണ്ടോ? ഇമോഷണൽ കണക്ഷൻ കാര്യങ്ങളെല്ലാം ഉണ്ട്, ഒരു പൊളിറ്റിക്സും കാര്യങ്ങളെല്ലാം പക്കയായിട്ട് പറയുന്നുണ്ട്. പക്ഷേ ലൈക്ക് ഈ പറഞ്ഞ ചെറിയൊരു ലാഗ് മാറ്റി നിർത്തുവാണെങ്കിൽ ബെറ്റർ, നല്ല മൂവിയാണ്. ഒരു ഇന്ദ്രൻസ് പെർഫോമൻസ് ആണെങ്കിൽ ഇന്ദ്രൻസ് ആണെങ്കിലും ജോമോൻ ജോർജ് ആണെങ്കിലും രണ്ടുപേരുടെയും നല്ല പെർഫോമൻസ് ആണ്. ജോമോൻ്റെ കരിയർ ഭയങ്കരമായിട്ട് ലൈക്ക് ഇപ്പം ഗുരുവായൂർ അമ്പലത്തിലോട്ട് ഇങ്ങോട്ട് വരുവാണെങ്കിൽ ഇപ്പം ഇവിടെ എത്തി നിൽക്കുമ്പോഴത്തേക്ക് ഭയങ്കരമായിട്ട് പെർഫോമൻസിൽ ബെറ്റർ ആയിട്ടുണ്ട്. ഇന്ദ്രൻസും നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. ഇപ്പം എല്ലാവരും ഈ ടൈപ്പ് പടം കാണുമെന്ന് എനിക്കറിയത്തില്ല, പക്ഷേ ഈ ഗപ്പിയെ കണ്ട് ഇഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും ഇഷ്ടപ്പെടുന്ന ഒരു പടമായിരിക്കും. ഓക്കെ, എനിക്കൊരു ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഈ അദ്ദേഹത്തിൻ്റെ മറ്റു പടങ്ങൾ നോക്കുമ്പോൾ അതിനകത്ത് കുറച്ചും കൂടെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. എക്സൈറ്റിംഗ് ആയിട്ടുള്ള 1-2 കാര്യങ്ങൾ കാണുമായിരുന്നു. പക്ഷേ ഇതിനകത്ത് ഹേറ്റേഴ്സ് ഇല്ലാത്തവരാണ് അഭിനയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഒരു നെഗറ്റീവ് അങ്ങനെ പറയാൻ തോന്നുന്നില്ലെങ്കിലും ഒരു കംപ്ലീറ്റ് ഒരു സിനിമാറ്റിക് എക്സ്പീരിയൻസ് ഈ സിനിമയിൽ മിസ്സിംഗ് ആണ്. ഒരു ജോണർ അവർ ഇമോഷനും അതുപോലെ തന്നെ കോമഡി മിക്സ് ചെയ്ത് വന്നതാണ് പക്ഷേ അത് അങ്ങോട്ട് കണക്റ്റ് ആയില്ല. ഇപ്പം എന്താ ഇതിനകത്ത് കുറേ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങ് ഇമോഷണലി ഒരു ക്യാരക്ടറായിട്ട് ഹുക്ക് ആവാൻ കഴിഞ്ഞില്ല. ഒരു നെഗറ്റീവായിട്ട് തോന്നുന്നു. സിനിമയെ സ്നേഹിക്കുന്ന ഒരാളുടെ കഥ, അതാണ് ആശാൻ. പക്ഷേ അത് അങ്ങോട്ട് എല്ലാവർക്കും എനിക്ക് കണക്ട് ആയില്ല. ബാക്കിയുള്ളവരുടെ കാര്യം എന്താണ്? മുന്നത്തെ സിനിമകൾ പോലെ ഒരു എങ്ങനെയാണ് ഒരു ക്ലാസിക് ഇതിലോട്ട് ഒരു ആർട്ട് ഫിലിം ഇതിലോട്ടാണോ പോയേക്കുന്നത്? അങ്ങനെ എനിക്ക് അത്ര ഫീൽ ആയില്ല. പാട്ടും മ്യൂസിക്കും ഒക്കെ ഉള്ളൂ ഒന്ന് ഇത്തിരിയെങ്കിലും ഒന്ന് ഇതായത്, അല്ലാതെ എനിക്ക് അങ്ങോട്ട് ഹുക്കായില്ല സിനിമ. ആശാന്റെ സ്റ്റൈലിലാണ് വന്നിരിക്കുന്നത്. പടം പറയുകയാണെന്നുണ്ടെങ്കിൽ ജോൺ പോളിൻ്റെ ഒരു ഗപ്പി എന്ന് പറയുന്ന ഒരു സിനിമയാണ്. പുള്ളിയുടെ ഒറ്റൊരു സിനിമ കൊണ്ട് തന്നെ ഒരുപാട്, അന്ന് ആ സിനിമ വിജയിച്ചില്ലായിരുന്നു, അത്ര നല്ല സിനിമയായിരുന്നു. പക്ഷേ ഇത് പിന്നെ പടം സിനിമയ്ക്കുള്ളിലെ സിനിമയാണ് കാണിക്കുന്നത്. അപ്പം അത് പിന്നെ പടം ഇന്ദ്രൻസും അതേപോലെ തന്നെ ജോമോൻ ജ്യോതിറൊക്കെ ഉണ്ടല്ലോ, അവരൊക്കെ നല്ല രീതിയിൽ ആക്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇമോഷണലി എനിക്ക് യാതൊരു കണക്റ്റും ഈ പടത്തിൽ കിട്ടിയില്ല. സിനിമക്കാർക്കും അത് കിട്ടുമെന്ന് തോന്നുന്നില്ല. കാര്യം എന്ന് പറഞ്ഞാൽ സിനിമയിലെ കഷ്ടപ്പാട് ഒന്നും അത്ര വലുതായിട്ടൊന്നും പോർട്രേറ്റ് ചെയ്യാനൊന്നും പറ്റിയിട്ടില്ല. പിന്നെ മ്യൂസിക്കും കുറേ ആവശ്യമില്ലാത്ത സ്ഥലത്ത് പാട്ടും ഉണ്ട്. പിന്നെ ഇന്ദ്രൻസ് എന്ന് പറയുന്ന നടൻ നല്ലൊരു പെർഫോമൻസ് ആയിരുന്നു. പക്ഷെ അത് വേറൊരു രീതിയിൽ ചെയ്തായിരുന്നു എന്നുണ്ടെങ്കിൽ, ഒരു ഫ്രണ്ട്ഷിപ്പ് ബോണ്ടിൻ്റെ രീതിയിലൊക്കെ ചെയ്തായിരുന്നു എന്നുണ്ടെങ്കിൽ ഒരു സുഖം ഉണ്ടായിരുന്നു. ഇതപ്പം അത്രത്തോളം എനിക്ക് അങ്ങോട്ട് ഇമോഷണലി ഒന്നും നമുക്ക് ആ പടം കണക്ട് ആവില്ല. സാധാരണ ഗപ്പിയൊക്കെ കാണുമ്പോഴത്തേക്ക് നമുക്ക് കണ്ണ് പൊടിഞ്ഞൊക്കെ നമ്മൾ കാണുന്നത്. പക്ഷെ ആ ഒരു നമുക്ക് സെന്റിമെന്റ്സ് ഒന്നും കാര്യങ്ങളൊന്നും ഇതിനകത്ത് വർക്കൗട്ട് ആയിട്ടില്ല. ഈ സിനിമയുടെ ബിടിഎസും ആ ഒരു തീമിൽ ഒരുപാട് സിനിമകൾ വന്നിട്ടുണ്ട്. ഒരുപാട് ഇത് കണക്കത്തെ ഇഷ്ടംപോലെ കഥകൾ വന്നിട്ടില്ലേ. അതായത് സിനിമയ്ക്കുള്ളിലെ സിനിമ പറയുന്ന ഒരുപാട് പടങ്ങൾ വന്നിട്ടുണ്ട്. പക്ഷെ അതുമായിട്ട് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഔട്ട്ഡേറ്റഡ് ആയിട്ട് ഒരു സ്റ്റോറി ആയിട്ട് എനിക്ക് തോന്നിയത്. എക്സ്ട്രാഡിനറി പെർഫോമൻസ് എന്നൊക്കെ പറയാം. ക്യാമിയോ ഉണ്ട്, ക്യാമിയോ വരുന്നുണ്ട്. അത് ക്യാമിയോ നിങ്ങൾ നേരിട്ട് വരുമ്പോൾ അറിയാം. സൗണ്ടിലൂടെ സ്റ്റേറ്റ് അവാർഡൊക്കെ അങ്ങനെ കിട്ടാനുള്ള പെർഫോമൻസ് ഇല്ല, അതിനുള്ള പെർഫോമൻസ് ഇല്ല. ഇന്ദ്രൻസ് ഒക്കെ ഇതിനേക്കാളും നല്ല രീതിയിലൊക്കെ പെർഫോം ചെയ്യുന്ന ആളല്ലേ. അതിനുള്ള സ്കോപ്പൊന്നുമില്ല. ജസ്റ്റ് കുറച്ച് ഇമോഷണലൊക്കെ കൊണ്ടുവരാൻ നോക്കിയിട്ടുണ്ട്, പക്ഷേ അത് പറ്റിയില്ല. പിന്നെ ജോൺ പോൾ എന്ന് പറയുന്ന ആ ഒരു ഡയറക്ടറുടെ അടുത്തൊരു ഇതുണ്ടായിരുന്നു. പക്ഷേ സിനിമയിൽ തന്നെ പുള്ളി ഈ സിനിമ കാണുന്നവരെ കുറിച്ചും അതിൻ്റെ അകത്തൊരു റാപ്പ് സോങ് ഒക്കെ ഉണ്ട്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ടുണ്ട്. ആ പാട്ട് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഈ സിനിമ അതേപോലെ തന്നെയാണ്. ആശാൻ ആശാൻ നല്ല പടമാണ്. നല്ല പടം എന്ന് വെച്ച് കഴിഞ്ഞാൽ
ഇപ്പം അസോസിയേറ്റ് ഡയറക്ടേഴ്സ് സിനിമയിലൊക്കെ അഭിനയിക്കുന്നവരില്ലേ, ഞാനൊരു അസോസിയേറ്റ് ഡയറക്ടർ ആയതുകൊണ്ട് എനിക്ക് ഭയങ്കര കണക്റ്റായി. ഇപ്പം ആൾക്കാർ ഇപ്പം ഞാൻ റിവ്യൂ തരാൻ കാരണം എന്ന് വെച്ചാൽ ഒരാളെങ്കിലും ഇത് കണ്ടിട്ട് ഞാൻ പറയുന്നത് കേട്ടിട്ട് സിനിമ കണ്ടു കഴിഞ്ഞാൽ അത്ര നല്ലതാണ്. എല്ലാവരും ഫാമിലി ആയിട്ട് വന്നിട്ട് വെച്ചാൽ നല്ല ഇമോഷണൽ പടമാണ്. ഇമോഷണലാണ് അതിൻ്റെ സ്റ്റോറിയൊക്കെ ഇമോഷണൽ ആയിട്ട് തന്നെയാണോ പോകുന്നത്? ഒരു എല്ലാം ഉണ്ട്, കുഴപ്പമില്ല. ഇമോഷണൽ ആണോ? സ്റ്റോറിയൊക്കെ എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. ഇന്ദ്രൻ ചേട്ടന്റെ പെർഫോമൻസ്